ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും ദേവിയർ ഈസ്പറും ലൂസിസസും ചേർന്നാണ്. ഇവരെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് നവംബർ 23 ഇവരെ വെഡിങ് ആനിവേഴ്സറിയാണ്. 50ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കാം. ഈ ഭൂമിയിൽ 50 വർഷം കുടുംബജീവിതം നയിച്ച ഇവരെ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട്, കർത്താവേ, ഇവരെ ഇത്രത്തോളം അങ്ങ് സഹായിച്ചല്ലോപ്പാ. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു വലിയ വിടുതലും അനുഗ്രഹവുമാണ്. കർത്താവേ, ഈ 50ാമത്തെ വർഷം ഇവരുടെ ആഗ്രഹങ്ങളെ അങ്ങ് മാനിക്കണമേ. ഇവരുടെ എല്ലാ വിഷയത്തിനകത്തും ദൈവം പ്രവർത്തിക്കണമേ. ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ കാവൽ ഇവർ കാണേണ്ടതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ദൈവിക സമയമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയമാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദേവിയർ ഈശ്വറിൻ്റെയും ലൂസിസസിൻ്റെയും കുടുംബപരമായ എല്ലാ ആവശ്യങ്ങളുടെ മേളിലും ദൈവത്തിൻ്റെ കരം വരാൻ പോവുകയാണ്. ഇവരെ സാമ്പത്തിക വിഷയത്തിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ വെളിപ്പെട്ട് വരേണ്ടതിനായി, അതേപോലെ തന്നെ 3 മക്കളുടെയും ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട്, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. തൃശ്ശൂർ ദേശത്തിൽ ദൈവം ഇവരെ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കണ്ടുകൊള്ളുന്ന അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്. 50ാമത്തെ വിവാഹ വാർഷികത്തിനകത്ത് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ഭൂമിയിൽ ഇവർക്ക് കൊടുത്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദേവിയർ ഈശ്വരനും കുടുംബത്തുമായി പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം, വലിയൊരു ദൈവപ്രവൃത്തി സംഭവിക്കണമേപ്പാ. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുത്തണമേപ്പാ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ 50ാമത്തെ വിവാഹ വാർഷികത്തിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട്, കർത്താവെ, വെഡിങ് ആനിവേഴ്സറിയിൽ വലിയ ദൈവപ്രവർത്തികൾ, കർത്താവെ, ഇവരുടെ ആവശ്യങ്ങളിൽ മുഴുവൻ ദൈവത്തിൻ്റെ കരം അങ്ങ് അത്ഭുതമാക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു നന്മയുടെ സമയമാണ്, ഇതൊരു വിടുതലിൻ്റെ സമയമാണ്. കർത്താവെ, നന്മയ്ക്കായി ഒരു വലിയ അടയാളം ഇവർക്ക് വേണ്ടി അങ്ങ് ചെയ്യണമേ അപ്പ. ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവെ, ആരോഗ്യവും സമ്പത്തും അങ്ങ് നൽകണമേ അപ്പ. എല്ലാ ആവശ്യങ്ങളും അങ്ങ് പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് ഇവരുടെ ആരോഗ്യത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കണം. അറിയാം, തല മുതൽ പാദം വരെയും ദൈവം സൂക്ഷിക്കണം, അനുഗ്രഹിക്കണം, സൗഖ്യമാക്കണം. 2 പേരെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് 3 മക്കളെയും അവരുടെ കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. യേശുവിൻ്റെ രക്തത്താൽ മുഴുവൻ പേരെയും രക്തത്തിൽ മറച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ സംഭവിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിൽ ഏൽപ്പിക്കുന്നു. വലിയ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുകൊണ്ടാണ്. വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രാരംഭത്തിൽ ഒന്ന് ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനം മാറ്റം കൊണ്ടുവരും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയാം, ജീവിതത്തിൽ 2012 മുതൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പല മീഡിയ മാർഗത്തിലൂടെ അനേക ആയിരങ്ങൾക്ക് ഈ മിനിസ്ട്രി ഒരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ ആരംഭത്തിൽ പ്രവചിക്കുന്നു, ഇന്ന് കേൾക്കുന്ന ഈ വചനവും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നിങ്ങളുടെ വഴികളെ തുറക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരത്ഭുതത്തെ ചെയ്യുവാൻ, വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങളെ നടത്തുവാൻ ഈ വചനത്തിന് കഴിയും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു 1:12, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. ഈ വചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനത്തിന് നിൻ്റെ ജീവിതത്തെ വെളിച്ചമാക്കാൻ പറ്റും. ഒരു സാധ്യതയില്ല, ഒരു വഴിയുമില്ലെന്ന് പറയുന്നവരോട് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ ഒന്ന് ഓർപ്പിക്കുക. 1:4, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഈ വചനത്തിന് ജീവനുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിന് ജീവൻ കൊണ്ടുവരാൻ പറ്റും, ചൈതന്യം കൊണ്ടുവരാൻ പറ്റും. ചില ദൈവമക്കളെ കണ്ടിട്ടില്ല, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു പ്രത്യേകത അവരുടെ വെളിയിൽ കാണും, ഒരു പ്രത്യേക ചൈതന്യം. പ്രായമായ അമ്മച്ചിമാരെയും പ്രായമായ അപ്പച്ചന്മാരെയൊക്കെ നോക്കിയാൽ അവരുടെ മുഖത്ത് ആ ചൈതന്യം കാണാൻ പറ്റും. ഇരുട്ട് പിടിച്ചായിരിക്കത്തില്ല ഇരിക്കുന്നത്. ഞാൻ ആത്മാവിൽ ഒന്നുകൊണ്ടൊന്ന് വിളിച്ചു പറയാം, ഈ വചനം വെളിച്ചമാണെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനത്തിന് ചൈതന്യം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനത്തിന് ജീവൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ഈ സമയം മുതൽ വിശ്വസിക്കണം. യോഹന്നാൻ 6-ാം അധ്യായം പറയുന്നു, യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവും ഉള്ളതാണ്. ഈ വചനത്തിന് ജീവൻ മാത്രമല്ല ഉള്ളത്, ആത്മാവുണ്ട്. ഹല്ലേലൂയ. വഴി നടത്തുന്ന, ജീവിപ്പിക്കുന്ന, നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ വാസ്തവമായും എൻ്റെ ശിഷ്യന്മാരാകും. 32-ാമത്തെ വാക്യം പറയുന്നു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ കെട്ടുകളെ അഴിക്കാൻ പറ്റും. ദൈവശബ്ദത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിറവുകളെ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി എങ്ങനെയെന്നുള്ള ഭയങ്കര ചോദ്യത്തിലായിരിക്കുന്നെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഇരുട്ട് പല നിലകളിലുണ്ട്. എന്നാൽ ദാവീദ് പറയുന്നു, കൂരിരുത്താരവരോടെ ഞാൻ നടന്നാലും എന്ന് പറഞ്ഞാൽ, കട്ടിയായ ഇരുട്ടിൻ്റെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ നടുവിൽ വെളിച്ചമായവൻ വെളിപ്പെട്ടാൽ, വചനത്തിൻ്റെ ശബ്ദം വെളിപ്പെട്ടാൽ, 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം നിനക്ക് വേണ്ടി വെളിപ്പെട്ടാൽ നിന്റെ പാതയെ ഇത് തുറക്കും. നിനക്ക് വെളിച്ചം വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ എന്ന് പറയാം, ഇരുട്ടിന് എത്ര കട്ടിയുണ്ടെങ്കിലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം മതി ആ ഇരുട്ട് അവസാനിക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ഒരു വചനം മതി നിന്റെ ജീവിതത്തിൽ നിന്നെ ആൾ മാറിയവനെ പോലെ ആക്കുവാൻ ഈ വചനത്തിന് കഴിയും. ഒരു സാധ്യതയില്ലെന്ന് പറയുന്നവൻ ഇപ്പോൾ ഈ ദൈവശബ്ദത്തിനകത്ത് കയറി നിന്നുകൊണ്ട് ഒരത്ഭുതത്തെ കാണാൻ പോവുകയാണ്. ഒരു ജീവിതത്തിനകത്ത് പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് എല്ലാം തീരുമെന്ന് പറഞ്ഞ കാനാവിലെ കല്യാണ വീട്ടിൽ തൻ്റെ മഹത്വത്തെ ദൈവത്തിന് വെളിപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നിറവ് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൊണ്ടൊന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ദൈവശബ്ദമാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വിളിച്ചു പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരിക്കും. അത് എൻ്റെ ഇഷ്ടം തികയ്ക്കാതെ, എൻ്റെ ആഗ്രഹം സാധിപ്പിക്കാതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. കാരണം അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത, അത് ആരുടെ അടുക്കലേക്കാണോ വെളിപ്പെടുന്നത് ആ വചനത്തിൻ്റെ നിവർത്തീകരണം വെളിപ്പെടും. നിങ്ങളൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, മറിയ ഒരു പുരുഷനെ അറിയാതെ നിൽക്കുകയാണ്. അവൾ കന്യകയാണ്. പക്ഷേ ദൂതൻ വന്ന് അവളോടൊരു ദൈവശബ്ദം കൈമാറുകയാണ്. ഹല്ലേലൂയ. ആ ദൈവശബ്ദത്തിനകത്ത് ലോകത്തിൻ്റെ രക്ഷിതാവ് നിന്നിൽ ജനിക്കാൻ പോകുന്നു എന്നുള്ള ആഴമാണ്. ആ ദൈവശബ്ദത്തെ അവൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവശബ്ദം അവളിൽ ഒരു തലമുറയെ ഉരുവാക്കുകയാണ്. ഇന്ന് മെഡിക്കൽ സയൻസിന് സാധ്യതയില്ലെന്ന് പറയുമ്പോൾ ഈ ദൈവശബ്ദത്തിനകത്ത്, ഈ വചനത്തിൻ്റെ ശക്തിക്കകത്ത് നിന്റെ മേളിൽ ചിലതിനെ ഉളവാക്കാൻ പറ്റും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വസിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ ദൈവകൃപ ആഴത്തിൽ നിങ്ങളുടെ മേളിൽ സംഭവിക്കട്ടെ. ദൈവശബ്ദം നിന്റെ ജീവിതത്തിനകത്ത് പുതിയതിനെ വെളിപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വചന സന്ദേശത്തിൻ്റെ മുമ്പിൽ ഇന്ന് കേൾക്കുന്ന ദൂതിനകത്ത് നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, ഹല്ലേലൂയ, ഇതാ പാഴായ, ശൂന്യമാക്കപ്പെട്ട, എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ശൂന്യമായി എന്ന് പറയുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു തുടങ്ങിയാണ്, നിന്റെ ശൂന്യതകൾ നിറവായി തീരാൻ പോകുന്നു. അടുത്ത പദം അറിയാം, 1 പാഴായി, 2 ശൂന്യമായി, 3 ഇരുളായതുപോലെ. അറിയാം, ഇനി ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, മുമ്പിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, 119-ാം സങ്കീർത്തനം 130-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. ഈ വചനം നിന്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയാൽ അറിയാം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ പുതിയത് പ്രതീക്ഷിക്കണം. എൻ്റെ ജീവിതത്തിനകത്ത് ഈ കഴിഞ്ഞ 24 വർഷമായി ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നു. 2001 മുതലാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. 2008 മുതൽ ചർച്ച മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ, 2008 മുതൽ ഇതുവരെ നോക്കിയാൽ അനേക ആയിരങ്ങൾക്ക് മിനിസ്റ്റർ വിടുതലായിട്ടുണ്ട്. അനേക ആയിരങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ലാത്ത ഹോസ്പിറ്റലിൽ കൈവിട്ട, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി ആരംഭത്തിൽ പറയട്ടെ, എൻ്റെ ഓർമ്മ ശരി
ശരിയാണെങ്കിൽ കഴിഞ്ഞ 2017 മുതൽ ഈ 2025 വരെയും 36 ക്യാൻസർ പേഷ്യൻറ്റിനെ കർത്താവ് സൗഖ്യമാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാവിൽ സ്വീകരിക്കുന്നതിനുണ്ടെങ്കിൽ സ്വീകരിക്കുക. നിൻ്റെ ജീവിതത്തിനകത്ത് മാറ്റമില്ലാത്തൊരു സൗഖ്യം, മാറ്റമില്ലാത്തൊരു ദൈവപ്രവൃത്തി, അത്ഭുതം ഇതാ എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് മരിച്ചെന്ന് പറഞ്ഞവർ പുറത്തു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സമയം മുതൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. പാഴായ, ശൂന്യമായ, ഇരുളായ ഭൂമിക്ക് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു തള്ളക്കോഴി മുട്ടയുടെ മേളിൽ ചിറക് വിരിച്ചു പിടിച്ചിരിക്കുന്നത് പോലെ ഇതാ ഭൂമിയുടെ മേളിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ചിറകിനെ വിരിച്ചു പിടിച്ചിരിക്കുകയാണ്, പരിവർത്തിക്കുകയാണ്. ആ പരിവർത്തനമുണ്ടെങ്കിൽ അടുത്തേതോ മിനിറ്റിൽ വെളിച്ചത്തിൻ്റെ ശബ്ദം വെളിപ്പെട്ട് വരും. അടുത്തേതോ മിനിറ്റിൽ ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെട്ട് വരും. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഈ മിനിറ്റിൽ തീരുമെന്ന് പറഞ്ഞെടുത്ത്, ശത്രു വാദിച്ചെടുത്ത് ഇതാ വെളിച്ചത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. വെളിച്ചത്തിൻ്റെ ശക്തി തുറന്നു വരികയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ അതിനെ ഏറ്റെടുത്തിട്ട് പറ, കർത്താവേ, ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 147 സങ്കീർത്തനം 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. അറിയ, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ഏലിയാവിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം ഇതാ ചലിക്കുകയാണ്. ഏലിയാവിൻ്റെ ദൈവം കാക്ക അയച്ച് തൻ്റെ ഭക്തനെ പോഷിപ്പിച്ചെങ്കിൽ ഇന്ന് നീ വിശ്വസിക്ക്. കാക്കയുടെ വരവ് നിൽക്കുമെന്ന് തോന്നിയാൽ, കെരിയത്ത് തോട്ടിലെ വെള്ളം പറ്റുമെന്ന് നിനക്ക് തോന്നിയാൽ, നീ കാണാത്ത സെരഫാത്തിലെ വിധവയുടെ വഴി ഇതാ തുറന്നു വരാൻ പോകുന്നു. അതും അവസാനിക്കുമെന്ന് തോന്നിയാൽ, മാനുഷിക സഹായങ്ങൾ നിൽക്കുമെന്ന് തോന്നിയാൽ, ഇതാ നിനക്ക് വേണ്ടി ദൂതന്മാരുടെ ചലനം സംഭവിക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ സമയമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത ചിലത് തുറന്നു വരാൻ പോകുന്നു. ആത്മാവിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയാട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ലോകപ്രശസ്തനായ ഒരു ദൈവദാസൻ പറഞ്ഞു, ഏതു വിഷയവും തീരുന്നത് നിന്റെ മുട്ടും തറയും തമ്മിലുള്ള അകലമാണ്. അറിയാം, മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നിന്റെ വിഷയത്തിനകത്ത് മറുപടിയുണ്ട്. നിന്റെ വിഷയത്തിനകത്ത് മറുപടിയുണ്ട്. ഹിസ്കിയാവ് മുഖം ഭിത്തിയോട് ചേർത്ത് അല്ലെങ്കിൽ ചുമരോട് ചേർത്ത് പിടിച്ച്, അറിയാം, യഹോവേ, ഞാൻ കഴിഞ്ഞ നാളുകൾ ചെയ്തതൊന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. 15 വർഷം കൂടെ അവൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചെങ്കിൽ ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വാതിൽ, അസാധാരണമായ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എൻ്റെ ദൈവം ഭയങ്കര വലിപ്പം ചെയ്യാൻ പോകുന്നു. എൻ്റെ ദൈവം ഭയങ്കര വലിപ്പം ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് എന്തോ ഒന്ന് ഈ മണിക്കൂറുകൾ തുറന്നു വരാൻ പോവുകയാണ്. കാരണം നിങ്ങൾ വാഗ്ദത്തം കേട്ടയാളാണ്, നിങ്ങൾ ദൈവശബ്ദം കേട്ടയാളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിച്ച മാറ എന്ന് പറയുന്ന ചിലത് മധുരമായി തീരാൻ പോകുകയാണ്. ഹല്ലേലൂയ. മാറായ മധുരമാക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാൻ കുറിവാക്യമായി 1-2 വാക്യങ്ങളൊന്ന് വായിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാം, ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ വിളിക്കണമെന്നോ റോയ് പാസിനെ നേരിട്ട് കാണണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് ചിലത് തുറക്കാൻ പോവുകയാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ കുറിവാക്യം എന്ന നിലയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പുറപ്പാട് പുസ്തകം 15 അധ്യായം അതിൻ്റെ 23 വാക്യത്തിലേക്ക്. മാറായിൽ എത്തിയപ്പോൾ മാറായിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. നിങ്ങൾ ശ്രദ്ധിച്ച പുറപ്പാട് പുസ്തകം 15-ന്റെ 23 വാക്യത്തിൽ 3 ദിവസം ഇസ്രായേൽ മക്കൾ ഷൂർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് വെള്ളം കിട്ടാതെ അവർ ദാഹിച്ചുകൊണ്ട് മാറയിലെത്തുകയാണ്. ആ മാറയിലെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. ജീവിതത്തിനകത്ത് ഇതേപോലെ കയ്പിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നതിനോട് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ റൂത്തിൻ്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 20 വാക്യം 21 വാക്യം. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിക്കുവൻ, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. 21 വാക്യം. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്താ? ഈ 2 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഇതാ ഷൂർ മരുഭൂമിയിലൂടെ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ സുക്കോത്തിൽ നിന്ന് അല്ലെങ്കിൽ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ തുറന്ന് അവർ വീണ്ടും 3 ദിവസത്തെ യാത്രയിൽ ഇതാ മാറയിലെത്തുകയാണ്. മാറയിലെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കളുടെ യാത്ര അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യാബോക്കിൻ്റെ കടവിൽ ഒരു ഭക്തൻ ഒരു രാത്രി പ്രാർത്ഥിക്കുകയാണ്.
ജ്യേഷ്ഠനെ പേടിച്ചാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ആ രാത്രിയിൽ തൻ്റെ തീരുമാനത്തിൽ തനിക്കുള്ളതെല്ലാം അക്കരയാക്കിയിട്ട്, തൻ്റെ ഭാര്യയും മക്കളെയും തനിക്കുള്ളതെല്ലാം അക്കരയാക്കിയിട്ട് താൻ തനിയെ ശേഷിച്ചു. ആ രാത്രിയിൽ ദൈവവുമായി കണ്ണുനീരിൽ മല്ലു പിടിച്ചുകൊണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രഭാതത്തിൽ ദൈവം എൻ്റെ പേര് മാറ്റി വിളിക്കുകയാണ്. ഇന്നു മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്നറിയപ്പെടും. ഒരു മനുഷ്യനിൽ നിന്നാണ് ഇസ്രായേൽ എന്ന പേര് പുറത്തു വരുന്നത്. ഈ ഇസ്രായേൽ മക്കളെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. 3 മച്ചികളായ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദരം ശത്രു അടച്ചതിനകത്ത് നിന്ന് തുറന്ന അനുഭവത്തിലാണ് ഈ ഇസ്രായേൽ ജനം പുറത്തു വരുന്നത്. ഒന്നുകൂടെ നോക്കിയാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. 1-ാമത്തെ ആളെന്ന് പറയുന്നത് സാറയാണ്. സാറയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. അബ്രാമിൻ്റെ ഭാര്യ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. നീണ്ട 24 വർഷമായി ദൈവശബ്ദം കേട്ടിട്ടിറങ്ങിയ അബ്രഹാമും തൻ്റെ ഭാര്യ സാറയും ദൈവിക വാഗ്ദത്തങ്ങളെ, അല്ലെങ്കിൽ നന്മയെ കണ്ടില്ല, തലമുറയെ കണ്ടില്ല. അവരുടെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അബ്രഹാം എനിക്ക് തലമുറയെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് നിലവിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ദാസനായ എലിയാസറാണ് എൻ്റെ അവകാശി എന്ന് പറയുമ്പോൾ ദൈവം അബ്രഹാമിനെ തട്ടി വിളിച്ച് തൻ്റെ വീടിന് പുറത്തു കൊണ്ടുവന്ന് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ രാത്രി താൻ നോക്കുമ്പോൾ തന്നോട് ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, ഇതായിരിക്കും നിൻ്റെ സന്തതികൾ. ഇതേപോലെ വാഗ്ദത്തം കേട്ടിട്ടും തൻ്റെ ഭാര്യ സാറ തനിക്കൊരു കുഞ്ഞിനെ കൊടുത്തതായി കാണുന്നില്ല. കാരണം അവളുടെ ഉദരം അടഞ്ഞിരുന്നു, അവൾ മച്ചിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. 22-ാമത്തെ വാക്യം. അവൻ്റെ ഭാര്യ റബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കുവാൻ പോയി. 23-ാമത്തെ വാക്യം. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുൾ ചെയ്തു. 2-ാമത്തെ സ്ത്രീയെക്കുറിച്ച് നോക്കിയാൽ, ഒന്ന് സാറായി ആയിരുന്നു, അവളുടെ ഉദരം അടഞ്ഞിരുന്നു, അവൾ വാഗ്ദത്തം കേട്ടവളാണ്. എന്നാൽ 2-ാമത്തത് റബേക്കയാണ്. റബേക്കയ്ക്ക് അവൾ മച്ചിയായിരുന്നു വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവൾക്ക് തലമുറയില്ലായിരുന്നു, അവൾ പ്രാർത്ഥനയിലാണ് തലമുറ കണ്ടത്. 3-ാമത്തെ സ്ത്രീയിലേക്ക് നമ്മൾ വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്. താൻ യാക്കോബിന് മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട്, എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതാ റാഹേല് തനിക്ക് മക്കൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ട് താൻ യാക്കോബിനോട് മക്കളെ തരണമെന്ന് പറയുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ യാക്കോബ് തന്നോട് കോപിക്കുന്നതായി കാണാൻ പറ്റും. എന്നാൽ അതിൻ്റെ 22, 23 വാക്യങ്ങൾ, ദൈവം റാഹേലിനെ ഓർത്ത് ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭം തുറന്നു. 23-ാമത്തെ വാക്യം, അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു, ദൈവം എൻ്റെ നിന്ദയെ നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ നോക്കേ, 3-ാമത്തത് റാഹേലാണ്. റാഹേൽ വാഗ്ദത്തം കേട്ടവളല്ല, അവൾ പ്രാർത്ഥിച്ചതല്ല, അവളുടെ നിന്ദ മുഖാന്തരം ദൈവം, അവൾ നിന്ദിക്കപ്പെട്ടത് മുഖാന്തരം ഇതാ അവളെ ഓർത്തുകൊണ്ട് അവളുടെ ഉദരം ദൈവം തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ 3 തലം ഒന്ന് തൊടാൻ പോവുകയാണ്. 1-ാമത്തെ സ്ത്രീ വാഗ്ദത്തം കേട്ടവളാ. വാഗ്ദത്തം കേട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഈ 3 സ്ത്രീകളുടെയും ഉദരം പിശാച് അടച്ചെങ്കിലും അടച്ചതിനെ തുറക്കുന്ന ഒരു മണിക്കൂറായി ഇത് തീരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പിശാചിനെ അടയ്ക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് തുറക്കാൻ ഒരു സമയമുണ്ട്. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോ, നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ തുറന്നു വരാൻ പോകുന്നു. വാഗ്ദത്തം കേട്ടവളുടെ ജീവിതത്തിൽ വാതിൽ തുറന്നിരിക്കും. പ്രാർത്ഥിക്കുന്ന റബേക്കയുടെ കുടുംബത്തിൽ വാതിൽ തുറന്നിരിക്കും. നിന്ദിക്കപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ച റാഹേലിന് വേണ്ടി ദൈവം വാതിൽ തുറന്നിരിക്കും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ 3 തലത്തിൽ നിന്നാണ് ഇസ്രായേൽ എന്ന ജാതി ഇതാ പുറത്തു വരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് ചിലത് തുറക്കട്ടെ. ലോകം മച്ചി എന്ന് പറഞ്ഞ, ലോകം സാധ്യതയില്ലെന്ന് പറഞ്ഞ 3 സ്ത്രീകളിലൂടെ ഒരു രാജ്യത്തെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഏതോ ഭയങ്കര തലം തുറക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഏതോ വലിയ അധ്യായം തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനകത്ത് തന്നെ നിന്നുകൊണ്ടൊന്ന് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വർഷങ്ങൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ?
ഉണ്ടോ? ദൈവത്തിൻ്റെ മൗനത്തെ ഒരു ഭക്തൻ പഠിക്കാൻ തയ്യാറാകണം. അതെന്താ ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ അങ്ങനെ പറഞ്ഞതെന്ന് ചിലവരിപ്പോൾ ചോദിക്കുന്നുണ്ടാകും. നിങ്ങൾ നോക്കേ, ദൈവം വിളിച്ചിറക്കിയതല്ലേ അബ്രഹാം. പക്ഷെ അബ്രഹാം ദൈവികമായ ഒരു വിടുതൽ കാണാൻ നീണ്ട 24 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പല പ്രലോഭനത്തിലൂടെ പല നിലയിൽ അബ്രഹാം കടന്നു പോകേണ്ടി വന്നു. അതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി വിളിച്ചു പറയുക, നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങൾ ദൈവത്തിൻ്റെ മൗനതയെ പഠിക്കാൻ ഒരു ഭക്തൻ കഴിഞ്ഞാൽ അവിടെയാണ് ദൈവിക വിടുതൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒന്ന് വിളിച്ചു പറയട്ടെ, 24 വർഷം മൗനമായിരുന്നു എന്ന് പറഞ്ഞ ദൈവം അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായിരിക്കെ, ഞാൻ എൽ ഷദ്ദായിയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവനാണ്, അത്ഭുതം ചെയ്യുന്നവനാണ്, മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അടഞ്ഞെന്ന് പറയുന്നതിന് മുമ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ നിശബ്ദത മാറാൻ പോകുന്നു. നിനക്ക് വേണ്ടി ഇതാ 24ാമത്തെ വർഷം കഴിയുമ്പോൾ ദൈവം എഴുന്നേൽക്കാൻ പോകുന്നു. ഞാൻ ഈ ആരംഭത്തിൽ വീണ്ടും വിളിച്ചു പറയുന്നു, ശത്രുവിൻ്റെ പ്ലാനുകളെ തെറ്റിക്കുന്ന എന്തോ ഒരു ഭയങ്കര വലുപ്പം ഇതിനകത്ത് ചലിക്കാൻ പോകുന്നു. ഒന്നുകൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. എന്നെ ഒത്തിരി കരയിപ്പിച്ച ഒരു വിഷയം അറിയാം. യോസെഫിനെ ഈ തലമുറകൾ ഇതാ മുമ്പോട്ട് പോകുമ്പോൾ യോസെഫ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം പുറത്തു വരികയാണ്. സ്വപ്നക്കാരൻ. ഹല്ലേലൂയ. അവൻ പൊത്തീഫറിന്റെ വീട്ടിൽ വെച്ച് അറിയാം അപമാനിക്കപ്പെടുന്നത് കാണാൻ പറ്റും. ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി അറിയാം നീണ്ട നാളുകൾ, നീണ്ട വർഷങ്ങൾ അപമാനത്തിൽ അല്ലെങ്കിൽ വ്യഭിചാരി എന്നുള്ള ഒരു പദത്തിനകത്ത് അവൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം തിരുത്താൻ ഇറങ്ങിയോ? അബ്രഹാമിനോട് സംസാരിക്കാൻ ഇറങ്ങി വന്നോ? ഇല്ല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിനകത്ത്, നിങ്ങൾ കണ്ട സ്വപ്നത്തിനകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വപ്നക്കാരനെ തെളിയിക്കാൻ അല്ലെങ്കിൽ അവൻ വ്യഭിചാരി അല്ലെന്ന് തെളിയിക്കാനൊന്നും ദൈവം സംസാരിച്ചില്ല കേട്ടോ. പക്ഷേ നീണ്ട ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവനെ മന്ത്രിപദത്തിൽ എത്തിക്കാൻ ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ സൈലന്റിനെ പഠിക്കാൻ പറ്റിയാൽ, ദൈവത്തിൻ്റെ മൗനതയെ പഠിക്കാൻ പറ്റിയാൽ അതിനേക്കാൾ വലിപ്പമുള്ളതൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ. ഇസ്രായേൽ മക്കളെ കുറിച്ചാണല്ലോ നമ്മൾ അധികം ചിന്തിക്കുന്നത്. 4ാമത്തെ ജനറേഷനിലാണ് ദൈവം എഴുന്നേൽപ്പിച്ച് വാഗ്ദത്തം പറഞ്ഞ ദൈവം അവരെ അവകാശത്തിലേക്ക് നടത്തുന്നത്. നിങ്ങൾ നോക്കേ, 1ാമത്തെ ജനറേഷൻ കരഞ്ഞു തീർന്നു, 2ാമത്തെ ജനറേഷൻ കഷ്ടപ്പെട്ടു, ഹല്ലേലൂയ, ചോര നീരാക്കിയതായി കാണുന്നു. 3ാമത്തെ ജനറേഷൻ ഹല്ലേലൂയ ഉപദ്രവിക്കപ്പെട്ടതായി കാണുകയാണ്. ഹല്ലേലൂയ. എന്തെല്ലാം ചെയ്തിട്ടും അവർക്ക് നന്മകൾ കണ്ടില്ല. പക്ഷേ 3 ജനറേഷനിലും ദൈവം സൈലന്റ് ആണെങ്കിൽ 4ാമത്തെ ജനറേഷൻ മോശ മുഖാന്തരം ദൈവം എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ഭവനത്തിന്റെ, ആ കുടുംബത്തിന്റെ എഴുന്നേൽപ്പ് നിങ്ങളിലൂടെയാണ് സഭാ പട്ടണത്തിൽ എഴുന്നേൽക്കാൻ പോകുന്നത്. കാരണം ദൈവം എഴുന്നേൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ ഒരാഴം ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഈ നിന്ദിക്കപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിന്നെ തെളിയിക്കാൻ ദൈവം ഇറങ്ങി വരുന്ന സമയമുണ്ട്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. മോശെ, നിന്റെ വിക്ക് മാറ്റാനല്ല ദൈവം ഇറങ്ങി വന്നത്, തൻ്റെ ജനത്തെ വിടുവിക്കാൻ വേണ്ടിയാണ്. നീ സ്റ്റെപ്പ് വെച്ചാൽ, നീ ഫറവോന്റെ അടുക്കലേക്ക് വന്നാൽ ഫറവോന് നിന്നെ ദൈവമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ ഇന്നൊരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. 80 വർഷം ദൈവം സൈലന്റ് ആണെന്ന് തോന്നി കേട്ടോ. 80ാമത്തെ വർഷം ഇതാ മുൾപ്പടർപ്പിൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പുമായി ദൈവം നിൽക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് തിരിവുകളെ കൊണ്ടുവരുന്ന. ഒന്നുകൂടെ നോക്കിയേ, തൻ്റെ പുത്രൻ ആ കാൽവരിയിൽ കിടക്കുന്ന നീണ്ട മണിക്കൂറുകൾ, ഹല്ലേലൂയ, ആ മണിക്കൂറുകൾ ദൈവം സൈലന്റ് ആയിരുന്നു. ദൈവത്തിന്റെ മൗനതയെ പഠിക്കാൻ പറ്റുമെങ്കിൽ അറിയാം, ആ കലറിൽ അടച്ചു. അറിയാം, അടുത്ത ശനിയാഴ്ച നിശബ്ദതയെന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ ജീവിതത്തിനകത്ത് അടയ്ക്കാൻ പറ്റാത്ത വാഗ്ദത്തം കേട്ടവർ, അറിയാം, പ്രാർത്ഥിക്കുന്നവർ, നിന്ദിക്കപ്പെട്ടവർ ഇതാ അത്ഭുതത്തിലേക്ക് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. എൻ്റെ മുമ്പിൽ സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിനകത്തോട്ട് കടന്നു വരികയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, പത്രോസ് ഒരു പകല് മുഴുവൻ, ഹല്ലേലൂയ, രാത്രിയിലാണ് അധ്വാനിച്ചിട്ട് ഈ വെളുപ്പിനെ പത്രോസ് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അടുത്ത രാത്രിയാണ് വീണ്ടും അതേ കടലിൽ വലയ്ക്ക് പോകേണ്ടത്. പക്ഷേ ഈ പകല് മുഴുവൻ, ഹല്ലേലൂയ, ഞാനൊരു നിന്ദ ചുമക്കേണ്ടി വരും. എന്താ നിന്ദ എന്ന് ചോദിക്കാമോ? അറിയാം, ഈ പടക് കരയ്ക്കെടുക്കുമ്പോൾ മീൻകാർ അല്ലെങ്കിൽ മീൻ വാങ്ങുന്നവർ വന്ന് ചോദിക്കും, അറിയാം, പത്രോസെ എത്ര മീനുണ്ട്, എത്ര കിലോയുണ്ട്? പത്രോസ് പറയും, കഴിഞ്ഞ രാത്രി ഒന്നും കിട്ടിയില്ല. ചിലർ വന്ന് ചോദിക്കുമ്പോൾ അറിയാം, 1 കിലോ മീനെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഒന്നും കിട്ടിയില്ല. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ, 1 മീനെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. പത്രോസ് ഒന്നുമില്ല. ആ പകലത്തെ നിന്ദയാണ് അവൻ്റെ ഏറ്റവും വലിയ ചോദ്യമായി നിൽക്കുന്നത്. പക്ഷേ നീ കാണാത്തൊരു തലമിതാ, നീ നിന്ദിക്കപ്പെടാതിരിക്കാൻ എൻ്റെ കർത്താവ് നിനക്കൊരു ഉത്തരമായി നിൻ്റെ പടകിൽ കയറാൻ പോവുകയാണ്. നിനക്കൊരു വാതിലായി, നിനക്കൊരു വഴിയായി എൻ്റെ കർത്താവ് ആ പടകിൽ കയറാൻ പോവുകയാണ്. എൻ്റെ ചിന്ത മാറയെ മധുരമാക്കുന്ന ദൈവം, ഞാൻ ആ ചിന്തയിലേക്കൊന്ന് മടങ്ങി വരികയാണ്. പുറപ്പാട് പുസ്തകം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഇസ്രായേൽ മക്കൾ മാറയിലെത്തി. അവിടുത്തെ വെള്ളം കുടിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ കണ്ടാൽ കയ്പാണെന്ന് തോന്നത്തില്ല, തൊട്ടാൽ കയ്പാണെന്ന് തോന്നത്തില്ല. ശത്രുവിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കണം കേട്ടോ. ചില കുടുംബങ്ങൾ ഇതേപോലെയാണ്. കണ്ടാൽ യോജിക്കുന്ന സമയത്ത് കയ്പായെന്ന്
തോന്നിയില്ല, തൊട്ടപ്പോൾ കയ്പാന്ന് തോന്നിയില്ല, പക്ഷെ ശത്രു ആഴത്തിൽ കയ്പിനെ കലക്കിയിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ചില കുടുംബജീവിതങ്ങൾ കയ്പ് പോലെ നിൽക്കുന്നത്, അതിനെ മധുരമാക്കാൻ അതിൻ്റെ നടുവിൽ അല്ലെങ്കിൽ അതിൻ്റെ കരയ്ക്കൊരു വൃക്ഷം നിൽപ്പുണ്ട്. ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ആ വൃക്ഷം എൻ്റെ യേശുവാണ്. ഇതാ വൃക്ഷത്തെ കൊമ്പ് വെട്ടി അല്ലെങ്കിൽ വൃക്ഷത്തെ വെട്ടി ആ വെള്ളത്തിൽ ഇടുമ്പോൾ വെള്ളം മധുരമായി തീരുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കാൽവരിയിലെ ആ മരക്കുരിശിൽ അല്ലെ കാൽവരിയിലെ ആ വൃക്ഷത്തിൻ്റെ ഹല്ലേലൂയ എൻ്റെ കർത്താവ് കയറുകയാണ്. എന്തിനെന്നറിയോ? മാറയെ മധുരമാക്കാൻ, മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം കയ്പുണ്ടെങ്കിലും യേശുവിന് അത് മാറ്റാൻ കഴിയും, യേശുവിന് അത് നീക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. മാറ മധുരമായതുപോലെ യേശുവിൻ്റെ സ്പർശനത്താൽ, യേശുവിൻ്റെ ശബ്ദത്താൽ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ചില ജീവിതങ്ങൾ ഇപ്പോൾ മുതൽ അല്ലെങ്കിൽ വലിയ കയ്പെന്ന് പറഞ്ഞത് മധുരമായി മാറാൻ പോവുകയാണ്. അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. ഞാൻ റൂത്തിന്റെ പുസ്തകത്തിലേക്കൊന്ന് മടങ്ങി വരികയാണ്. അല്ല, റൂത്തിൽ ഇതാ നബോമി പറയുകയാണ്, ഞാൻ നിറഞ്ഞവളായി പോയി, എന്നാൽ ഞാനിപ്പോൾ യഹോവ എന്നെ ഒഴിഞ്ഞവളാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നെ നിങ്ങൾ നവോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിക്കണം. കാരണം എൻ്റെ ജീവിതം കയ്പാണ്. എന്തിനാണ് അറിയാം? ബെത്ലഹേമിൽ നിന്ന് ഇതാ നവോമിയും കൂട്ടരും പോയെന്ന് വെച്ചാൽ അവിടുത്തെ ക്ഷാമം അനേകരം മരണത്തിൻ്റെ ഭീഷണിയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ പലരും ഈ നിലയിൽ നിന്ന് വിട്ടിട്ട് പോകുന്നത്, ദൈവത്തെ വിളിച്ചിറങ്ങിയിട്ടും ജീവിതത്തിനകത്ത് മുന്നേറ്റമില്ലാതെ വരുമ്പോൾ ഹല്ലേലൂയ ചിലതിനെ പേടിച്ചോടിപ്പോകുന്നവരുണ്ടാകാം. പക്ഷേ ഈ റൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ എനിക്ക് നവോമിയേക്കാൾ ഇഷ്ടപ്പെട്ടത് ബോബസിനെയാണ്. ഇനി എന്തെല്ലാം കുലുക്കം സംഭവിച്ചാലും ബോബസിനെ പോലെ ഉറച്ചു നിൽക്കുന്നവരോട് എനിക്ക് വിളിച്ച് പറയാൻ പറ്റും, പുറപ്പെട്ടു പോയ നവോമി അവൾ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഇവിടുന്ന് മരണം കാണാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ മോബാബിലേക്ക് പോകുന്നത്. ഇതാ ആ മോബാബിൽ വെച്ച് തൻ്റെ ഭർത്താവും 2 മക്കളും മരിച്ചു പോവുകയാണ്. ആ വീട്ടിനകത്ത് മരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ മരണം നടക്കുമ്പോൾ ബോബസ് ഇവിടെ കൊയ്ത്ത് നടത്തിയ, നിങ്ങൾ ചിലവർ നിങ്ങളുടെ കൂടെ നിന്നവർ വിട്ടോടിപ്പോയെങ്കിലും ഈ മണിക്കൂർ മുതൽ കൊയ്ത്തിൻ്റെ സീസൺ തുറക്കാൻ പോവുകയാണ്. കൊയ്ത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഉറച്ചു നിൽക്കുക, ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് തുറന്നു വരാൻ പോകുന്നു. അത്ഭുതം തുറന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, ഹല്ലേലൂയ. ചെങ്കടൽ തുറക്കുന്ന സമയത്ത് അറിയാം, മിര്യാമും കൂട്ടരും തപ്പെടുത്ത് ദൈവത്തെ ആരാധിക്കുക. മിര്യാമേ, എനിക്കൊന്ന് ചോദിക്കാനുണ്ട്, എന്തിനാ നീ ഇപ്പോൾ ഈ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത്? മിര്യാം പറയും, ഇതാ നോക്കി നിൽക്കുക, അറിയോ, കൈ നീട്ടി നിൽക്കുന്ന മോശെ കണ്ടില്ലേ? ഇവനെ ഒരു സമയത്ത് നൈൽ നദി മുക്കിക്കൊല്ലുമെന്ന് വാദിക്കുമ്പോൾ പെട്ടകത്തിനകത്ത് കയറ്റി മരണം തുടരുത് എന്ന് കരുതി ഒഴുക്കി വിടുമ്പോൾ ആ നൈലിനെ അവൻ ജയിച്ചെങ്കിൽ ഇവന്റെ വിളിയുടെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയണം. നൈലിനെ ജയിച്ചവൻ ഇപ്പോൾ ചെങ്കടലിനെ തുറക്കുകയാ. ഞാൻ എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കും? ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് തന്നെ പറയാം, ചെങ്കടൽ തുറന്നത് പ്രാർത്ഥിച്ചവന്റെ മുമ്പിലാണ്. ചെങ്കടൽ തുറന്നത് കരഞ്ഞവന്റെ മുമ്പിലാണ്. കരഞ്ഞും പ്രാർത്ഥിച്ചും തുറക്കുന്ന വഴികളിൽ നിനക്ക് വേണ്ടി മാത്രമാണ് അത് തുറക്കുന്നത്. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ഫറവോൻ ചുമ്മാതെ ചെങ്കടലിന്റെ നടുവിലൂടെ ഇറങ്ങി വരികയാണ്. ഞാൻ ദൈവത്തോട് എൻ്റെ പ്രസംഗ ഭാഷയിലും പ്രാർത്ഥനയും ചോദിച്ചു, ഒന്നും ചെയ്യാത്ത ഇവൻ എന്തിനായി വഴി തുറക്കുന്നത്? കർത്താവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചവനെ അക്കരെ കയറത്തോളൂ, കരഞ്ഞവനെ അക്കരെ കയറത്തോളൂ, ഇല്ലാത്തവൻ നടുക്കടലിൽ മുങ്ങിപ്പോകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ചിലവർക്ക് വേണ്ടി ദൈവം വലിയ വഴികൾ തുറക്കാൻ പോകുന്നു. ഞാൻ മടങ്ങി റൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരികയാണ്. നവോമിയെ ദൈവം ഒഴിഞ്ഞവളായി നിന്നെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും നീ റൂത്ത് മുഖാന്തരം നിന്റെ മാറാൻ പോവുകയാണ്. റൂത്ത് മുഖാന്തരം നിന്റെ കയ്പ് മാറാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ആ പട്ടണത്തിൽ വീണ്ടും ബെത്ലഹേമിൽ ഒരു ഉയർച്ച വരാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, റൂത്ത് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെയും കാണാത്ത ചിലത് തുറന്നു വരാൻ പോകുന്നു. ഹല്ലേലൂയ. അവൾ ആ പട്ടണത്തിൽ ഉയരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, റൂത്ത് ഇതാ വയലിലേക്ക് വരുമ്പോൾ അവളുടെ ജീവിതത്തിനകത്ത് അവൾ പറക്കാൻ ഇറങ്ങിയവളാണ്, അല്ലെങ്കിൽ ധാന്യം പറക്കാൻ ഇറങ്ങിയവളാണ്. പക്ഷേ അവൾക്ക് വേണ്ടി ചില കറ്റകളെ ദൈവം വലിച്ചിടുകയാണ്. ഇന്നു മുതൽ നവോമിയുടെ ജീവിതത്തിനകത്ത് ആ പട്ടണത്തിൽ ചില സാധ്യതകൾ തുറന്നു വരാൻ പോകുന്നു. കാരണം നീ റൂത്തിനോട് കൂടെയാണ് വരുന്നത്, വാഗ്ദത്തം കേട്ടവളോടാണ് നീ വരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മിനിറ്റിൽ കണ്ണുകൾ അടയ്ക്കണം. കയ്പിനെ മാറ്റുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എഴുന്നേൽക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്തൻ വാതിലുകൾ തുറക്കാൻ പോകുന്നു. ഈ സമയത്ത് തന്നെ വിളിക്കാൻ പറ്റുന്നതിന് മുഴുവൻ വിളിക്കണം. വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കണം. അസാധാരണമായ ഒരു ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ചിലത് കറ്റകല വലിച്ചിടുകയാണ്. നീ ഇതാ ധാന്യം കൊണ്ട് ഉയർച്ച പ്രാപിക്കാൻ പോകുന്നു. ആ വീട്ടിലെ കയ്പ്
ആ വീട്ടിലെ പട്ടിണി നിന്നെ മുഖാന്തരം തീരാൻ പോവുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അസാധാരണമായൊരു വിടുതൽ, അസാധാരണമായൊരു സൗഖ്യം, അസാധാരണമായൊരു എഴുന്നേൽപ്പ് ഇവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തുറന്നു കൊടുക്കണമേ. എന്നെ കാണുന്ന അനേകർ സൗഖ്യമാകുകയാണ്, അനേകര വിടുതൽ സംഭവിക്കുകയാണ്, അനേക കുടുംബങ്ങളുടെ കയ്പിൻ്റെ അനുഭവം മാറുകയാണ്. യേശു ക്രിസ്തു കാൽവരിയിൽ മരക്കുരിശിൽ യാഗമാകുമ്പോൾ ഞങ്ങളുടെ കയ്പ് മാറി ഞങ്ങൾ മക്കളെന്ന പദവിയിലേക്ക് വരികയാണ്. ഞങ്ങൾ ചിലതിനെ മറികടക്കുന്നു, ഞങ്ങൾ ചിലതിനെ ഓവർകം ചെയ്യുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ വിളിക്കാൻ തയ്യാറാകണം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.